എല്ലാവർക്കും നമസ്കാരം. ഗുരുവായൂരപ്പൻ്റെ ഭക്തവാത്സല്യത്തിൻ്റെ മറ്റൊരു കഥ കേട്ടാലോ? ഇതും സദ്ഗമയ സത്സംഗ വേദിക്ക് വേണ്ടിയിട്ട് പ്രശാന്തേട്ടൻ തയ്യാറാക്കിയതാണ്. കേൾക്കാൻ മനോഹരമായിട്ടുള്ള കഥയാണ്. കഥ ഗുരുവായൂരിൽ നടന്ന സംഭവം തന്നെയാണ്. അപ്പം എല്ലാവരും മനസ്സിരുത്തി ഒരു 5 മിനിറ്റ് നിങ്ങൾ ഇതിനു വേണ്ടി ചെലവഴിക്കണം എന്നുള്ളത് ഒരു അഭ്യർത്ഥനയാണ്. നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാവരിലേക്കും എത്തിക്കുക. അപ്പം നമുക്കൊന്ന് കേട്ട് നോക്കിയാലോ. പണ്ട് ചുറ്റുമതിലും കാവൽക്കാരുമില്ലാത്ത കാലം. ക്ഷേത്രഭരണം കോന്തിമേനവൻ എന്ന ആളും ക്ഷേത്രവിചാരിപ്പ് ഒരു ഭട്ടതിരിയും കാക്കക്കോറൻ ഭട്ടതിരി എന്ന ആളുകൾ കളിയാക്കി ആയിരുന്നു നടത്തിയത്. വളരെ കർക്കശക്കാരായിരുന്ന ഇവർക്ക് ക്ഷേത്രകാര്യങ്ങളിൽ നല്ല ശ്രദ്ധയും ഉണ്ടായിരുന്നു. അക്കാലത്ത് ക്ഷേത്ര പരിസരത്ത് കുറേ അനാഥ കുട്ടികളുണ്ടായിരുന്നു. ആർക്കും വേണ്ടാതെ ഉപേക്ഷിച്ചവർ. വല്ലവരുടെയും കാരുണ്യം കൊണ്ടാണ് കഴിഞ്ഞിരുന്നത്. അപ്പോഴൊന്നും ഗുരുവായൂരിൽ അന്നദാനം ആരംഭിച്ചിരുന്നില്ല. ഈ കുട്ടികൾ ക്ഷേത്ര പരിസരത്ത് കൂടി ഓടിക്കളിച്ച് നടന്നു വന്നു. ഒരിക്കൽ വിശപ്പ് സഹിക്കാതെ വന്ന ഈ കുട്ടികൾ ആരും കാണാതെ കൊടിമരച്ചുവട്ടിലെ കുന്നിക്കുരുവിൻ്റെ ഉരുളയിൽ നിന്ന് ചില്ലിക്കാശെടുത്ത് പഴം വാങ്ങി തിന്ന് വിശപ്പടക്കി. പലതവണ ഇത് ആവർത്തിച്ചപ്പോൾ ഭട്ടതിരിയുടെ ശ്രദ്ധയിൽപ്പെടുകയും അതിൽ 4 കുട്ടികളെ കയ്യോടെ പിടിച്ച് കോന്തിമേനവനെ ഏൽപ്പിക്കുകയും ചെയ്തു. കുട്ടികൾ വിശന്നിട്ട് ചെയ്തതാണെങ്കിലും തൻ്റെ ഭരണത്തിന് കീഴിൽ നടന്ന ഈ മോഷണത്തിന് മേനവൻ ശിക്ഷ വിധിച്ചു. കൈകെട്ടിക്കൊണ്ട് ക്ഷേത്രത്തിന് ചുറ്റും 5 വട്ടം ഓടി കൊടിമരച്ചുവട്ടിൽ വീണ് ഇനി മോഷ്ടിക്കില്ല എന്ന് ഭഗവാനോട് മാപ്പ് പറയുക. ആ സമയത്ത് പൂജയ്ക്കായി ക്ഷേത്ര നട അടച്ചിരിക്കുകയായിരുന്നു. നട തുറന്ന ശേഷം മതി പ്രായശ്ചിത്തം എന്ന് തീരുമാനിച്ചു. ആ സമയം പൂജയ്ക്കായി നട അടച്ച മേൽശാന്തിക്ക് ഭഗവാന്റെ മുഖത്ത് എപ്പോഴും കാണുന്ന ഒരു ചൈതന്യം കാണുവാൻ സാധിച്ചില്ല. ഗൗരവഭാവമാണ് പ്രതിഷ്ഠയ്ക്ക്. മേൽശാന്തി വിഷമിച്ചിരുന്ന സമയം ഒരു മുരൾച്ചയോടുകൂടി ഭഗവാൻ മേൽശാന്തിയോട് പറഞ്ഞു, ഇനി പൂജ ചെയ്യേണ്ട, ഞാൻ പുറത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് ഭഗവത് ചൈതന്യം മറഞ്ഞു. ശ്രീകോവിൽ നിറയെ ഇരുട്ടായി. പതിവ് സമയമായിട്ടും നട തുറക്കാൻ വൈകുന്നത് കണ്ട ഭരണാധികാരികൾ ശിക്ഷാ നടപടി ആരംഭിച്ചു. കുട്ടികൾ ഓട്ടം തുടങ്ങി. ശ്രീലകത്ത് നടന്ന സംഭവങ്ങൾ പറയുവാനായി ശ്രീകോവിൽ വിട്ടിറങ്ങിയ മേൽശാന്തി കണ്ടത് ക്ഷേത്രത്തിന് ചുറ്റും തടിച്ചുകൂടിയ ആളുകളെയും കുട്ടികളുടെ ഓട്ടവുമാണ്. തിരുമേനി നോക്കിയപ്പോൾ ആ 4 കുട്ടികൾക്കൊപ്പം അതാ എന്നും ശ്രീലകത്ത് കാണുന്ന കരുമാടിക്കുട്ടൻ പീൽ തിരുമുടിയും കിങ്ങിണിയും ഒക്കെയായി ഓടുന്നു. തിരുമേനിയും പിന്നാലെ ഓടിത്തളർന്ന തിരുമേനി രക്ഷിക്കണേ ഭഗവാനെ എന്ന് പറഞ്ഞപ്പോൾ അടുത്തു വന്ന് എല്ലാവരും കേൾക്കെ ഭഗവാൻ പറഞ്ഞു, ഈ കുട്ടികളെ ഇത്രയ്ക്ക് ശിക്ഷിച്ചപ്പോൾ ഓർക്കണമായിരുന്നു, ഇവിടെ എനിക്ക് ഏക്കം തരാതെ ആനകളെ ദൂരേക്ക് കൊണ്ടുപോകുന്നത് കുറ്റമല്ല, വിശന്ന കുട്ടികൾ ചില്ലിക്കാശ് എടുത്തതാണോ കുറ്റം? ഇത് കേട്ട കോന്തിമേനവൻ തലചുറ്റി വീണു. അദ്ദേഹത്തിന്റെ ബോധമണ്ഡലത്തിൽ വന്ന് ഭഗവാൻ പറഞ്ഞു, താങ്കൾ എൻ്റെ ഹിതത്തിനനുസരിച്ച് ഭരണം നടത്തണം. ശിക്ഷയ്ക്കൊക്കെ ഒരു അതിരുണ്ട്. ആരെയും ശിക്ഷിക്കാനല്ല ഞാൻ ഇവിടെ മനുഷ്യജന്മം എടുത്തിരിക്കുന്നത്, സേവിക്കുവാനാണ്. ഇനിമേലിൽ ഈ കുട്ടികൾ ഇവിടെ പട്ടിണി കിടക്കാൻ ഇടവരരുത്. ഉച്ചപൂജയ്ക്ക് എനിക്ക് വിശേഷിച്ച് നേദിക്കുന്നവ അവർക്കും കൊടുക്കണം. ഭഗവാന്റെ വാക്കുകൾ ശ്രവിച്ച അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അദ്ദേഹം എല്ലാം സമ്മതിച്ചു. അതുമുതൽ ക്ഷേത്ര പരിസരത്ത് അലഞ്ഞു നടക്കുന്ന അനാഥ കുട്ടികൾക്ക് ക്ഷേത്രം കിഴക്കേ നടപ്പുരയിൽ വെച്ച് ഭക്ഷണം കൊടുത്തു വന്നിരുന്നു. ഉച്ചപൂജയ്ക്ക് വിശേഷമായി നേദിക്കുന്നതും കുട്ടികൾക്ക് കൊടുത്തു വന്നു. കോന്തിമേനവന് ശേഷം സാമൂതിരി രാജാവും ഇത് കുറച്ചുകാലം തുടർന്നു വന്നു. ദരിദ്രനാരായണ പൂജയിൽ ആർത്തത്രാണപരായണനായ ഭഗവാൻ വളരെ സന്തുഷ്ടനായി. ഇപ്പോൾ എല്ലാവർക്കും ദിവസവും അന്നദാനമുള്ളതിനാൽ ഈ ചടങ്ങുകൾ നടത്തി വരുന്നില്ല. എത്ര മനോഹരമാണല്ലേ! ഒന്നും പറയാനില്ല. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ പറയാം. നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളുടെ സ്നേഹം ഗുരുവായൂരപ്പനോടുള്ള, ഭഗവാനോടുള്ളത്. ഹരേ കൃഷ്ണ.